ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ, ഞാൻ ജേർണലിങ് ചെയ്യുന്നത് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കുമല്ലോ. ഞാൻ ഈ ഇടയ്ക്കാണ് ജേർണലിങ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് ജേർണൽ സപ്ലൈസ് കണ്ടാലോ? കുറച്ച് അടിപൊളി സപ്ലൈസ്. എന്തെങ്കിലും അത്യാവശ്യം കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വരുന്നത് കുറച്ച് വാഷി ടേപ്സാണ് കേട്ടോ. ഈ ഒരു ബോക്സിനുള്ളിലാണ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വാഷി ടേപ്സ് എന്ന് പറയുന്നത് ഇത്രയാണ് കേട്ടോ. ഇത് 1 2 3 4 5 6 7 8 വാഷി ടേപ്സാണേ ഉള്ളത്. ഇത് ഇങ്ങനെ ഇതിൽ ഈ പർപ്പിൾ കളറിലുള്ള 2 നമ്മുടെ ജേർണലിങ് സപ്ലൈ കിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഇത് രണ്ടും. ബാക്കി ഇത് എത്രയാണ് കേട്ടോ, ഞാൻ അല്ലാതെ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വാഷി ടേപ്സ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് 2 ജേർണലിംഗ് ബുക്സാണ്. എന്ത് ക്യൂട്ടായിട്ടുള്ള 2 ബുക്സാണ്. നോക്കിയാൽ കുഞ്ഞ് ബുക്സാണ്, പക്ഷേ അടിപൊളിയാണ്. ഇതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ, ഈ ബട്ടർഫ്ലൈയുടെ ജേർണലിംഗ് ബുക്കാണ്. ഞാൻ അതിൽ കുറച്ച് ജേർണലിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ ജേർണലിംഗ് ബുക്ക് എടുത്ത് നമ്മുടെ 2026 ഫസ്റ്റ് ഡേ തന്നെ, അതിൽ ന്യൂ ഇയറിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ എനിക്കങ്ങനെ ഒരുപാട് ഭയങ്കര രീതിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല. എനിക്കറിയാവുന്ന രീതിക്ക് കുറച്ച് ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ആ ഒരു ജേർണലിംഗ് എന്ന് പറഞ്ഞപ്പോൾ. കുറേ ദിവസമായിട്ട് ജേർണലിംഗ് ചെയ്യാറില്ല. അത് ഞാൻ എൻ്റെ ചാനലിൽ വേറെ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ജേർണൽ വീഡിയോസ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഉണ്ടോ? ഇത്രയാണ് ഈ ബുക്കിൽ ചെയ്തിട്ടുള്ള വീഡിയോസ്. വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. ഇത്രയാണ് ഈ ബുക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഇത് ജേർണലിംഗ് കിറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. ഈ ബുക്കും കുറച്ച് സ്റ്റിക്കേഴ്സ്, വാഷി ടേപ്സ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ കവറാണ്. പക്ഷേ എനിക്ക് ഈ കവർ മാറ്റാനായിട്ട് തോന്നുന്നില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ അല്ലേ ഇത് കാണാനായിട്ട്. അതുകൊണ്ടാണ് ഇത് മാറ്റാത്തത്. ബുക്കിൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് മാറ്റാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനത് മാറ്റാതെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അടിപൊളി ബുക്കാണ്, എൻ്റെ ഫേവറേറ്റാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബുക്കാണ്. ഇതും അതേപോലെ തന്നെ പർപ്പിൾ കളറിലാണ് വരുന്നത്. പക്ഷേ ഇതിൽ പുറത്ത് വേറെ ഇതൊന്നുമില്ല. മൂൺ ബേസ് ചെയ്ത് അങ്ങനെ എന്താണ് വരുന്നത് കേട്ടോ. അതിൽ ഞാൻ കുറച്ച് ജേർണലിങ്സ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഓടിപ്പോയി കണ്ടു നോക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. കണ്ടോ, ഇങ്ങനെ കുറച്ച് പേജസാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ കുറച്ച് പാറ്റേൺ പേപ്പർ ഉണ്ടാക്കി നോക്കിയതാണ്. എന്നെ കൊണ്ടതിന് പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അത് വിട്ട് കളഞ്ഞു. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തത്. അടുത്ത് വന്നിട്ട് 2 സ്റ്റിക്കർ ബുക്കാണ്. ഭയങ്കര ചൂടാണ്. മേളിൽ ഫാൻ ഇടാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ മൈക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫാൻ ഇട്ടാൽ ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഫാൻ ഇടാൻ പറ്റത്തില്ല ഗൈസ്. ഭയങ്കര ചൂടാണ്. ചൂടെടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ സ്റ്റിക്കർ ബുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? ക്യൂട്ടായിട്ടില്ലേ? ഉണ്ടോ? ഇത് രണ്ടും പിങ്കും ഒരു പർപ്പിളുമാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഒരു ബുക്ക് എന്ന് പറയുന്നത് ഇതാണ്, ഫ്ലവേഴ്സ് ഇൻ ഫുൾ ബ്ലൂം എന്നാണ്. ഫുൾ ബ്ലൂം എന്നാണ് കേട്ടോ. ഇത് ഇതിൻ്റെ അകത്ത് ഇതുപോലെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇനി പിന്നെയും ജേർണലിംഗ് തുടങ്ങണം. കുറേ ദിവസമായി ജേർണലിംഗ് ചെയ്തിട്ട് സമയം കിട്ടുന്നില്ല. കുഞ്ഞിനെ നോക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കിട്ടുമ്പോഴാണ് എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളക്കി എടുക്കാമല്ലാതെ എടുക്കാം കേട്ടോ. കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്, അടിപൊളി സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ഇതിൽ കൂടുതലും വിൻഡോസിൻ്റെ ഒക്കെയാണ് കേട്ടോ വരുന്നത്. വിൻഡോ സീരീസിൽ വരുന്ന സ്റ്റിക്കറാണ്. ഫ്രണ്ടിൽ വിൻഡോ കൊടുത്തിരിക്കുന്നുണ്ട് അങ്ങനെ. പിന്നെ അടുത്ത സ്റ്റിക്കർ ബുക്ക് എന്ന് പറയുന്നത് ഇതാണ്, ഫ്ലോറൽ പാസ്റ്റൽ എന്നാണ്. ഈ ഫ്രണ്ടിൽ കൊടുത്തേക്കും പോലെ തന്നെ ഇടയ്ക്ക് കുറച്ച് സ്റ്റിക്കേഴ്സും പിന്നെ നമ്മുടെ റൈറ്റിങ്സും ആണ് വരുന്നത്. ഇതുപോലെ ഇതും അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഞാൻ കുറേയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വരും. 20 ഷീറ്റ് എന്താണ് കേട്ടോ ഉള്ളത് ഇതിൽ. ഇതും അടിപൊളിയാണ്. അടുത്ത് വരുന്നത് ഇതുപോലെ കുറച്ച് കോട്ട്സ് ആണ് കേട്ടോ. കോട്ട്സ്, ഇംഗ്ലീഷ് കോട്ട്സ് ആണ് വരുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ കുറച്ച് ലൈറ്റിങ്ങിന് പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് കോട്ട്സ് ആണ് വരുന്നത്. ഇതൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. കുറച്ച് മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, അല്ലാതെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള കുറേ കോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് കോട്ട്സ് ആയിട്ട് എൻ്റെ കയ്യിലുള്ളത്. ഇത്ര സ്റ്റിക്കേഴ്സേ ഉള്ളൂ. അടുത്തെന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിക്കേഴ്സാണ്. ഇത് ക്രിസ്മസ് അല്ലെങ്കിൽ വിൻ്റർ ടൈമിലൊക്കെ വരുന്നത് സ്റ്റിക്കേഴ്സാണ്. ഇത് 2 സെറ്റായിട്ടാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 സെറ്റും കൂടെ മിക്സ് ചെയ്താണ് വെച്ചിട്ടുള്ളത്. വിൻ്റർ കാണാമോ നിങ്ങൾക്ക്? ഇതുപോലെയാണ് വരുന്നത്. പിന്നെ അടുത്തതാണ് നമ്മുടെ ഈ ഒരു വാഷി ടേപ്സ്, ഫ്ലോറലിൻ്റെ, അതായത് ഫ്ലവേഴ്സിൻ്റെ വാഷി ടേപ്സാണ്. ഈ ഒരു സെറ്റ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്, പക്ഷേ അധികം യൂസ് ചെയ്തിട്ടില്ല. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ 6 റോൾസാണ് വരുന്നത് കേട്ടോ. 6 റോൾസ് കാണാമോ? ഞാൻ ഒരു റോള് കാണിച്ചു തരാം. ഇതെങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ ബാക്കിൽ സ്റ്റിക്കർ ഉണ്ട്, അത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഇതാണ് സംഭവം. ഇതിൻ്റെ പല കളറിൽ 6 ഷെയ്ഡ്സാണ് വരുന്നത്. 6 ഷെയ്ഡ്സ് 6 ടൈപ്പിൽ. പിന്നെ അടുത്തതാണ് നമ്മുടെ ഈ ഒരു സ്റ്റിക്കർ സെറ്റ് എന്ന് പറയുന്നത്. ഇതിൽ 4 കളേഴ്സിൽ 4 ടൈപ്പിലാണ് സ്റ്റിക്കേഴ്സ് വരുന്നത്. ഗ്രീൻ, യെല്ലോ, പിങ്ക്, റെഡ് അങ്ങനെയാണ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്താൽ എല്ലാം താഴെ പോകും. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് റെഡ് തീമിൽ വരുന്നതാണ്. കണ്ടോ, ഇങ്ങനെ വരും. റെഡ് തീമിൽ വരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ്. ഈ ഫയൽസിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതും കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഇതൊക്കെ നമ്മുടെ സ്റ്റേഷനറി കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. കുറച്ച് ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കേഴ്സ്. ഇത് നമ്മുടെ മറ്റേ സിൻഡ്രല്ല ടൈപ്പ്, അത് ഏകദേശം തീർന്നിട്ടുണ്ട്.
പിന്നെ നമ്പേഴ്സിൻ്റെ കുറച്ച് സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ മറ്റേ ജേർണലിംഗ് കിറ്റിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു കുട്ടി ഫയലാണ് കേട്ടോ. കുട്ടി ഫയൽ നമുക്ക് കുട്ടി സ്റ്റിക്കേഴ്സൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയൊരു ഇതാണ്. പിന്നെ കുറച്ച് സ്റ്റാറിൻ്റെ സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇനിയും കുറച്ചുകൂടി സാധനങ്ങളുണ്ട്. ഞാൻ അത് അടുത്ത വീഡിയോസിലായിട്ട് ചെയ്യാം കേട്ടോ.